ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. 6:15 ആയപ്പോൾ എണീറ്റ്. അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു മരണമുണ്ട്, അപ്പോൾ അതിന് പോകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റത് പ്രകൃതി ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടിടാൻ തുടങ്ങിയതിന് ശേഷം മഴക്കാറും മഴത്തുള്ളിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഒരാളിതാ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്താണെന്നുണ്ടെന്നാണ് ചില സമയം ഇങ്ങനെ കിടക്കും. അപ്പോൾ രാവിലെ തന്നെ കാക്കകൾ വന്നിട്ടുണ്ട്. അച്ഛൻ രാവിലെ കാപ്പി ചപ്പാത്തി കൊടുക്കും, അത് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണം. അപ്പോൾ ഇന്ന് അച്ഛനില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി എടുത്ത് പിച്ച് അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അച്ഛൻ കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിലല്ലേ അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തു. ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ അതിനെടുത്ത് ഇങ്ങനെ പിച്ചിട്ടിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർ കഴിച്ചിട്ട് അവർ പൊയ്ക്കോളും കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട്. കഴിച്ചിട്ട് അവർ പൊയ്ക്കോളും. അവരായിട്ട് നോക്കിയിട്ട് നമ്മളെ വിശ്വസിച്ച് വരണല്ലേ അവർ കഴിക്കാൻ വേണ്ടി. അപ്പോൾ കൊടുത്തു. അതിനുശേഷം കാപ്പി മോൻ എണീറ്റ് കേട്ടോ. അതിനുശേഷം ഞാൻ കാപ്പി കുടിക്കുകയാണ്. ഇഡ്ഡലി സാമ്പാറാണ്. ഇത് ഞാൻ വെച്ചല്ല, അമ്മ എന്നെ വെച്ചിട്ട് പോയതാണ്. അതിനുശേഷം അവനെ കുളിപ്പിച്ചത് പൊട്ടിട്ട് കൊടുക്കണതാണ്. ഇതിപ്പോൾ തന്നെ അവൻ മാച്ചോളെങ്കിലും നമുക്കൊരു മനസ്സുഖം കുളിപ്പിച്ചല്ലോ. അതുകൊണ്ട് പൊട്ടൊക്കെ തൊട്ട് കൊടുത്തു. അതിനുശേഷം ഞാനിനി അവന് ആഹാരം എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഇത് കായപ്പൊടിയാണ്, നേന്ത്രക്കായപ്പൊടി. അപ്പോൾ അതിനെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പൊടിച്ച് ഇതുപോലെ വെച്ചിരുന്നാൽ മതി. ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഒരു 2-3 സ്പൂൺ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ ആവശ്യത്തിന് പനങ്കൽക്കണ്ട്. ഇതിപ്പോൾ പൊടിക്കാത്ത പനങ്കൽക്കണ്ടാണ്. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ പൊടിച്ച് വെച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ പൊടിച്ചിട്ടില്ല. അപ്പോൾ ഞാനതിനൊന്ന് എടുത്ത് ഗ്ലാസ്സിലിട്ടൊന്ന് കഴുകിയിട്ടേ എടുക്കുള്ളൂ. അങ്ങനെ കഴുകാൻ വേണ്ടി എടുക്കുകയാണ്. അതൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും വീത്തി നന്നായി കുറുക്കി എടുക്കാം കേട്ടോ. ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കി എടുത്താൽ മതി. അപ്പോൾ പാകത്തിന് കിട്ടിക്കോളും. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അത് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വെള്ളം വീത്തിയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കുറുക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പനങ്കൽക്കണ്ടും കൂടി ഇങ്ങനെ കിടക്കണതുകൊണ്ട് പെട്ടെന്ന് പനങ്കൽക്കണ്ടും അലിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എങ്കിലും അലിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അടുത്ത അടുപ്പിൽ വെച്ച് കൈ വിടാതെ ഇളകണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ എല്ലാ സൈഡും ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി അവസാനം നമുക്ക് അതിൻ്റെ പാകത്തിന് കിട്ടും. പിന്നെ ഭയങ്കരമായിട്ട് കട്ടിയാവണ ഒരു മീഡിയം ഇതുപോലെ ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്യാം. അതിന് ശേഷം അത് കട്ടിയായിക്കോളും കുറച്ചും കൂടെ. അപ്പോൾ അത് ശരിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം, അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ ഒരു തോരൻ വെച്ചു. തോരൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്, വേണം. അപ്പോൾ അത് കഴിഞ്ഞ് ചോറുണ്ട്. ബാക്കി കറി അമ്മ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അതിന് ശേഷം നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.